ക്രൂശിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അതാണ് സ്വാതന്ത്ര്യ ദിനമായി നാം ആഘോഷിക്കുന്നത്. അതുപോലെ 2024 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നാം ഒരു പാപമെന്ന മഹാ അടിമത്തത്തിനുമായിരുന്നു, പാപത്തിന് അടിമപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു നാം. അതിൽ നിന്ന് നമ്മെ സ്വതന്ത്രയാക്കിയത് മഹാത്മാന്മാര് വേറെ ഒന്നുമല്ല, യാഗങ്ങളോ യാതൊന്നുമല്ല, നേർച്ച കാഴ്ചകളോ യാതൊന്നുമല്ല. ക്രിസ്തു എന്ന നിർദ്ദേശമായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാനായവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് പക നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഇന്ന് പക ഞാൻ നിങ്ങളോട് വിളിച്ച് വൈകിയ സമയം വിടുന്ന ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ ലൈഫിനെ, എന്റെ കുടുംബത്തെ സ്വാതന്ത്ര്യമാക്കിയത് ഒരു മഹാത്മാന്മാരുടെ വചനങ്ങളല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണമാണ് എന്നെ ഇന്ന് പകൽ ഇവിടെ നിർത്തി സ്വാതന്ത്ര്യമാക്കിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നാം ഏത് മതത്തിലായിക്കോട്ടെ, ആയിക്കോട്ടെ, മതത്തിൽ മാറുന്നതല്ല നിങ്ങളുടെ ഹൃദയം കർത്താവിനെ കൊടുക്കുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഏത് വിഷയം ഫേസ് ചെയ്യുന്നവരായിക്കോട്ടെ,